പൈസയുള്ളവനെ ഇന്ന് വിലയുള്ളൂ. ശ്രദ്ധിച്ചേക്കണം. പൈസയുള്ളവനെ ഇന്ന് മഹലിലും കുടുംബത്തിലും കൂട്ടുകാരുടെ ഇടയിലും വിലയുള്ളവനായി മാറിപ്പോയി. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അങ്ങനല്ല, ചില ആളുകളൊക്കെ വന്നിട്ട് സങ്കടങ്ങൾ പറയാറുണ്ട്. എന്നോട് തന്നെ എത്രയോ പേര് വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ, കുടുംബത്തില് വിലയില്ല ഉസ്താദേ. പൈസയുള്ളപ്പോ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഉസ്താദേ. പൈസയുള്ളപ്പോ ജ്യേഷ്ഠന്മാരും സഹോദരിമാരും മരുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ഉസ്താദേ. പൈസ ഇല്ലാതെ വന്നപ്പോ ആരുമില്ലായിരുന്നു പറയുന്ന എത്രയോ പാവങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, ആരുമില്ലാത്ത കബറിൽ, കൂരാകൂരിട്ടാകുന്ന കബറിൽ നമ്മളെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരാം. ദുനിയാവിന്റെ തൊലിപ്പുറത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ അവഹേളിച്ചാലും നാളെ കബറിനകത്തിന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷം ലഭിക്കും. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഒരു കുടുംബസംഗമം വെച്ചു. നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ഞാൻ ഫിത്ന ഉണ്ടാക്കണല്ല, ഒരു കുടുംബസംഗമം വെച്ചു. കുടുംബസംഗമം വെക്കുമ്പോ നിങ്ങൾ നോക്കിയാൽ മതി, അതിൽ പൈസ ഉള്ളവർ വരുമ്പോ അവരെ ഭയങ്കര കാര്യമായിരിക്കും. ആ കുടുംബത്തിൽ പൈസ ഇല്ലാത്തൊരു പാവപ്പെട്ടം വരുമ്പോ അവരൊരു സ്ഥാനവും കൊടുക്കാറില്ല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. എന്നിട്ട് അതിന്റെ ഇടയിൽ വെച്ച് അവരെ കുറ്റപ്പെടും. സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് 5 സെന്റ് സ്ഥലമില്ല, സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമിയില്ല. അവൻ നമ്മുടെ കുടുംബത്തിന്റെ ഇടയിലേക്ക് വരുമ്പോ അവൻ ഇങ്ങനെ കുറ്റപ്പെടുത്താ, നിനക്ക് വീടില്ലല്ലോ, നിനക്ക് ഭൂമിയില്ലല്ലോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിനെ തരാനും അറിയാം, അള്ളാഹുവിനെ എടുക്കാനും അറിയാം. അള്ളാഹുവിനെ തരാനും അറിയാം, അള്ളാഹുവിനെ തന്ന നിഅമത്ത് എടുക്കാനും അറിയാം. നമുക്ക് 2 നില വീടുണ്ട്. നമ്മുടെ